നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന അധിനിവേശ ഭീഷണിയുടെ സാഹചര്യത്തിൽ തങ്ങളുടെ ആദ്യത്തെ പ്രതിരോധ നയം പുറത്തിറക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഇതിൽ ഓസ്ട്രേലിയയുടെ മുൻനിര പ്രതിരോധ പങ്കാളിയായി രാജ്യം ഇന്ത്യയെ തെരഞ്ഞെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിരോധ സഹകരണം വർദ്ധിപ്പിച്ച് മേഖലയിലെ ഇന്ത്യയുടെ പ്രധാന പങ്കിനെ ഓസ്ട്രേലിയ പിന്തുണയ്ക്കുന്നുവെന്ന് ആന്റണി അൽബനീസ് സർക്കാർ ബുധനാഴ്ച പുറത്തിറക്കിയ രേഖയിൽ പറയുന്നു. ഉഭയകക്ഷി ബഹുരാഷ്ട്ര സഹകരണം, പ്രതിരോധ വ്യവസായ സഹകരണം, വിവരങ്ങൾ പങ്കിടൽ എന്നിവയ്ക്കായി ഇന്ത്യയുമായി ഓസ്ട്രേലിയ സഹകരിക്കും. അതായത് ഇൻഡോ പസഫിക്കിലെ പ്രധാന രാജ്യം ഇന്ത്യയാണെന്നും അത് ചൈനയല്ലെന്നും ഇന്ത്യയുടെ പിന്തുണയും സൗഹൃദവുമാണ് തങ്ങൾക്ക് വേണ്ടതെന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ ഓസ്ട്രേലിയ. ചൈനയുമായി അടുത്ത കാലം വരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഓസ്ട്രേലിയ എന്നാലിപ്പോൾ മേഖലയിൽ അവരുടെ പ്രധാന പ്രതിരോധ പങ്കാളിയായി കണക്കാക്കുന്നത് ഇന്ത്യയാണ്. വർദ്ധിച്ചു വരുന്ന ചൈനീസ് ഭീഷണി ഫലപ്രദമായി നേരിടാൻ ഇന്ത്യക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന ഓസ്ട്രേലിയയുടെ ഉറച്ച ബോധ്യത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രതിരോധ നയം ഓസ്ട്രേലിയ രൂപീകരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി ശക്തമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതുൾപ്പെടെ ഇൻഡോ പസഫിക്കിൽ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രതിരോധവും യുദ്ധ പോരാട്ട ശേഷിയും ശക്തിപ്പെടുത്തുകയാണ് ദേശീയ പ്രതിരോധ തന്ത്രം ലക്ഷ്യമിടുന്നത്. അടുത്ത ദശകത്തിൽ സൈനിക ചെലവ് $50.3 ബില്യൺ വർദ്ധിപ്പിക്കാനും 2033 $100 ബില്യൺ എത്തിക്കാനുമാണ് ഓസ്ട്രേലിയ പദ്ധതിയിടുന്നതെന്ന് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഓസ്ട്രേലിയയുടെ ഏറ്റവും ഉയർന്ന സുരക്ഷാ പങ്കാളിയാണ് ഇന്ത്യ. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെ ഇൻഡോ പസഫിക് സ്ഥിരതയ്ക്ക് നേരിട്ട് സംഭാവന നൽകുന്ന പ്രായോഗികമായ സഹകരണത്തിന് ഓസ്ട്രേലിയൻ സർക്കാർ തുടക്കം കുറിക്കുകയാണ്. പ്രതിരോധ നയം പുറത്തുവിട്ടുകൊണ്ട് ഓസ്ട്രേലിയ വ്യക്തമാക്കി. 2020 ഇന്ത്യയും ഓസ്ട്രേലിയയും മ്യൂച്വൽ ലോജിസ്റ്റിക് സപ്പോർട്ട് അറേഞ്ച്മെന്റിൽ ഒപ്പുവെച്ചിരുന്നു. ഇത് ചരക്ക് കൈമാറ്റത്തിനായി ഇരുപക്ഷത്തെയും സൈനിക താവളങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ്. മേഖലയിലുടനീളമുള്ള ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണാത്മക പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണത്തിലേക്ക് നയിച്ചത്. ജപ്പാനും അമേരിക്കയും ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ഇന്ത്യയും ഓസ്ട്രേലിയയും സമീപ വർഷങ്ങളിൽ അവരുടെ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിൽ വലിയ മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. നിരവധി സൈനിക പരിശീലനങ്ങൾക്ക് പുറമെ ഇന്ത്യയും ഓസ്ട്രേലിയയും മറ്റ് 2 ക്വാഡ് അംഗങ്ങൾക്കുമൊപ്പമുള്ള വാർഷിക മലബാർ നാവിക അഭ്യാസത്തിലും ഇപ്പോൾ സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട്. ഇതോടുകൂടി മേഖലയിലെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.